ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനമാണ് മൊബൈലിൻ്റെ കീബോർഡ്. ഒട്ടുമിക്ക ആൻഡ്രോയിഡ് ഫോണുകളിലും ഇൻബിൽട്ടായി വരുന്ന ഒരു കീബോർഡ് ആപ്ലിക്കേഷനാണ് ജീബോർഡ്. ജീബോർഡ് ഇല്ലെങ്കിൽ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ചിത്രത്തിൽ കാണുന്നത് ജീബോർഡിൻ്റെ ഐക്കണാണ്. ഫോണിൽ ജീബോർഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഐക്കൺ സ്ക്രീനിൽ കാണാം. ഇനി ഈ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ എന്താണ് കാണുന്നതെന്ന് നോക്കൂ. ജീബോർഡിൻ്റെ സെറ്റിംഗ്സ് തുറന്നു വരുന്നതായി കാണാം. ഈ സെറ്റിംഗ്സ് തുറന്നു വരുമ്പോൾ അതിനകത്ത് ധാരാളം ഓപ്ഷൻസ് താഴേക്ക് കാണാം. ആദ്യത്തെ ഓപ്ഷൻ ലാംഗ്വേജസ്, പ്രിഫറൻസസ്, തീം. ഈ രീതിയിലുള്ള ഈ ഓപ്ഷൻസ് ഓരോന്നും ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ലാംഗ്വേജസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് നൽകിയിട്ടുണ്ട്. മലയാളം ഇന്ത്യ ഹാൻഡ് റൈറ്റിംഗ്. ഈ 2 ലാംഗ്വേജസ് ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ 2 ലാംഗ്വേജസ് ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. താഴെ ആഡ് കീബോർഡ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ. ആഡ് കീബോർഡിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായ ലാംഗ്വേജസ് സെലക്ട് ചെയ്യാവുന്നതാണ്. തീം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ആണിത്. മൈ തീംസ്, ഡിഫോൾട്ട്, കളേഴ്സ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് കാണാം. മൈ തീംസ്, ഇവിടെ ഒരു പ്ലസ് ചിഹ്നം കാണുന്നുണ്ടല്ലോ. ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലെ ഗാലറിയിലുള്ള എല്ലാ ഇമേജസും അവിടെ കാണാം. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഇമേജസ് കീബോർഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടായി സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഡിഫോൾട്ട് ഡാർക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ടിക്ക് മാർക്ക് കാണാം. കളേഴ്സ്, തീമായി നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാം. താഴെ ഷോ മോർ, കൂടുതൽ കളറുകൾ വേണമെങ്കിൽ ഷോ മോറിൽ പോയി കൂടുതൽ കളറുകൾ, നമുക്ക് ആവശ്യമായ കളറുകൾ, ആവശ്യമായ നിറം സെലക്ട് ചെയ്യാവുന്നതാണ്. വാട്സാപ്പിൽ എങ്ങനെയാണ് ജീബോർഡ് ഉപയോഗപ്പെടുത്തുന്നതെന്ന് നോക്കാം. ഇവിടെ കാണുന്ന മാർക്ക് ചെയ്തിരിക്കുന്ന ഐക്കൺ സെറ്റിംഗ്സ്, ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തും നമുക്ക് ജീബോർഡിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോകാവുന്നതാണ്. ഈ സെറ്റിംഗ്സിലുള്ള മറ്റൊരു ഓപ്ഷനാണ് വോയിസ് ടൈപ്പിംഗ്. ഈ വോയിസ് ടൈപ്പിംഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഇൻ്റർഫേസിൽ വന്നിട്ടുള്ള മാറ്റം ശ്രദ്ധിക്കൂ. യൂസ് വോയിസ് ടൈപ്പിംഗ്, നമുക്കത് ഓൺ ചെയ്ത് ഇടാവുന്നതാണ്. വോയിസ് ടൈപ്പിംഗ് ഓൺ ആക്കിയപ്പോൾ നമ്മുടെ വാട്സാപ്പ് വിൻഡോ, അതിൽ വന്നിരിക്കുന്ന മാറ്റം ശ്രദ്ധിച്ചല്ലോ. സ്പീക്ക് നൗ, ഞാനിവിടെ ലാംഗ്വേജസ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് സെലക്ട് ചെയ്തതുകൊണ്ട് സ്പീക്ക് നൗ എന്നിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് വരും. മലയാളമാണ് ലാംഗ്വേജസ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് മലയാളത്തിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് വരുന്നതായി കാണാം. ഇനി മറ്റൊരു സാധ്യത പരിചയപ്പെടാം. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഐക്കൺ ശ്രദ്ധിക്കൂ. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന ഓപ്ഷനാണിത്. ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻ്റർഫേസിൽ വന്നിട്ടുള്ള മാറ്റം ശ്രദ്ധിച്ചല്ലോ. താഴെ കാണുന്ന ലാംഗ്വേജസ് ഐക്കൺ മാറ്റി നോക്കി ഈ ലാംഗ്വേജസ് മാറ്റി ഉപയോഗിച്ച് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചെയ്തു നോക്കൂ.